എല്ലാവരും ഇത്തരം ആവശ്യങ്ങളുമായി പോകുമ്പോൾ ഈ സ്കാനിംഗ് റിസൾട്ടിലൊക്കെ വളരെ പ്രതീക്ഷ വെച്ച് അതിനനുസരിച്ച് ഡോക്ടർമാർ വേണ്ട ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയിലാണല്ലോ. ഇത് എന്ത് സംഭവിച്ചു എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റുട്ടീൻ സ്കാൻസിൽ, അതായത് നമുക്ക് ആദ്യത്തെ ഗർഭിണിയാകുമ്പോൾ ആദ്യം ചെയ്യുന്ന സ്കാനും പിന്നെ രണ്ടാമതൊരു അനോമലി സ്കാൻ, അതായത് ഗർഭസ്ഥ ശിശുവിന് മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് അറിയാനുള്ള ഒരു സ്കാനും കൂടെ ചെയ്യും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ സ്കാനുകളിൽ കുട്ടിയുടെ അപാകതകൾ അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളും മറ്റും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമെങ്കിൽ പോലും ചില സമയങ്ങളിലൊക്കെ അത് സ്വാഭാവികമായി തന്നെ മിസ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അത് പലപ്പോഴും സംഭവിക്കുന്നത് അതൊരു അപാകതയാണ് അല്ലെങ്കിൽ ഒരു ഗുരുതരമായ പിഴവാണ് എന്ന് പറയാൻ തീർച്ചയായിട്ടും കഴിയില്ല. അൾട്രാസൗണ്ട് സ്കാനും ഈവൻ CT സ്കാനും ഈവൻ MRI സ്കാൻ പോലും എല്ലാ ലീഷൻസും പിക്ക് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ ശാസ്ത്രം വളർന്നിട്ടില്ല. ചില സമയങ്ങളിലൊക്കെ തന്നെ അത്തരം കാര്യങ്ങൾ മിസ് ചെയ്തു പോകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ശാസ്ത്രത്തിന്റെ ഒരുപക്ഷെ അതിന്റെ ന്യൂനതയും അതിന്റെ ഭംഗിയും ഒക്കെ അതാണ്. ന്യൂനതകൾ കണ്ടുപിടിക്കുകയും തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യത്തിൽ മറ്റെന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട്. ഡോക്ടർ, ഒരു കാര്യം, ഇപ്പോൾ എല്ലാ ടെസ്റ്റുകളുടെയും അടിയിലുള്ള കുറിപ്പ് ഓൾ ടെസ്റ്റ് ഹാവ് ടെക്നിക്കൽ ലിമിറ്റേഷൻസ്, കോറിലേഷൻ ഓഫ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് അതർ ഇൻവെസ്റ്റിഗേഷൻസ് ആർ മാൻഡേറ്ററി ടു അറൈവ് അറ്റ് എ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ദിസ് റിപ്പോർട്ട് ഈസ് എ പ്രൊഫഷണൽ ഒപ്പീനിയൻ ആൻഡ് നോട്ട് എ ഡയഗ്നോസിസ്. ഇങ്ങനെ ഒരു കുറിപ്പ് ഇപ്പം അങ്ങ് പറഞ്ഞത് തന്നെയാണ്, നമുക്ക് പലതും കണ്ടെത്താൻ കഴിയില്ല. ഇങ്ങനെ ഒരു കുറിപ്പിൽ സ്വാഭാവികമായിട്ടും മെഡിക്കലി ഇപ്പം ഇതെന്തെങ്കിലും പരിശോധനകൾ നടത്തിയാൽ ഇങ്ങനൊരു കുറിപ്പിൽ ഇതെല്ലാം അവസാനിക്കല്ലേ? ഈ കുടുംബത്തിന് മറ്റെന്തെങ്കിലും രീതിയിലൊരു അവരാഗ്രഹിക്കുന്ന ഒരു നീതിയിലേക്ക് പോകുമോ? അതിനൊക്കെ തടയിടുന്നതല്ലേ ഈ എല്ലാ റിപ്പോർട്ടിലെയും അവസാനം ഈ വരി? ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു കുറിപ്പാണ് അത്തരം കാര്യങ്ങളിൽ. അതൊരു സത്യവുമാണ്. നമ്മളതൊരു വെറുതെ ഒരു ക്ലെയിം പറയാനല്ലോ. നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു പോകാമെന്ന് പറയാണ്. തീർച്ചയായിട്ടും അമ്മയ്ക്ക് സംഭവിച്ചുണ്ടാക്കിയ മാനസിക വ്യഥയിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനുണ്ടായ സംഘർഷത്തിലും ഒക്കെ തന്നെയും ശാസ്ത്രത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ആ കാര്യത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും, ദുഃഖമുണ്ടാകും. പക്ഷേ തീർച്ചയായിട്ടും ഇതാണ് അതിന്റെ ഫ്ലൂയിഡ് കൂടുതലായിരുന്നു അങ്ങനെയൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നുള്ളതായിട്ട് ലാബുകാരുടെയൊക്കെ ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഫ്ലൂയിഡ് കൂടുതലാണെങ്കിൽ ഡോക്ടർമാർ അതിനനുസരിച്ചുള്ള നിർദ്ദേശം, എനിക്ക് എന്റെ മറ്റു വശങ്ങൾ കൂടുതലായതുകൊണ്ടാണ് പിന്നീട് ഇത് സിസേറിയൻ ചെയ്ത് എടുക്കേണ്ടി വന്നത് എന്നാണ് അമ്മ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോക്ടർക്ക് അത് മനസ്സിലാവേണ്ടതും ആ രീതിയിൽ ഇവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും അല്ലേ? തീർച്ചയായിട്ടും. അതായത് അവിടെ ഒരു അപാകതയെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഈ എക്സസ് ഫ്ലൂയിഡ് ഉണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ, അതായത് LSC സിസേറിയൻ ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രസവ സമയത്തേക്ക് അടുത്തെത്തുമ്പോഴാണ് നമുക്ക് ഈ കാര്യത്തിൽ ഒരു ഫൈനൽ സിസേറിയൻ മതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറയാൻ കഴിയുക. ഫ്ലൂയിഡ് കൂടുതലുണ്ട് എന്ന് മാത്രം കരുതി ഒരു അപാകത അല്ലെങ്കിൽ ഇത്തരം ഒരു അനോമലി മിസ് ചെയ്ത് പോകാനുള്ള അതിനെ മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. മറ്റ് കാര്യങ്ങളും കൂടെ ഈ കാര്യത്തിൽ പരിശോധിക്കപ്പെടുന്നതായിട്ടുണ്ട്. ഡോക്ടർ, ഒറ്റ കാര്യം, അതായത് എന്തെങ്കിലും ഒരു വൈകല്യം എന്ന നിലയ്ക്കല്ല ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതെല്ലാം കാണാതെ പോകാതിരിക്കാൻ കഴിയുമോ? നമുക്ക് എല്ലാ അപാകതകളും ഒരുമിച്ച് ഒരൊറ്റ സ്കാനിലൂടെ കണ്ടുപിടിക്കാനും കഴിയില്ല. എല്ലാ അപാകതകളും ഒറ്റ സ്കാനിലൂടെ മിസ് ചെയ്യാനും കഴിയില്ല. അപ്പൊ അതിനകത്തുള്ള കൂടുതൽ വ്യക്തത ഈ സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മൾ മാധ്യമങ്ങളിലൂടെ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യത്തിൽ എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അത് കണ്ടാൽ മാത്രമേ, ആ സ്കാനിംഗ് റിപ്പോർട്ടിൽ എന്താണ് വ്യക്തമായി എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാലും മാത്രമേ ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് കമന്റ് ചെയ്യാൻ കഴിയുള്ളൂ. ശരി, വളരെയധികം നന്ദി ഡോക്ടർ സുൽഫി. എന്തായാലും